അപ്പോൾ ഈ പിഴവ്, കുഞ്ഞിന്റെ കാര്യത്തിലുള്ള പിഴവ് അതൊരു പിഴവല്ല, രണ്ട് കാര്യത്തിലുമുള്ള ചികിത്സയായിട്ടാണ് ഡോക്ടർമാരുടെ സംഘടന കാണുന്നത്. ഇനി ഈ കാര്യത്തിൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ, മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എന്ത് നടപടിയാണ് ആവശ്യപ്പെടുന്നത്? ഈ പറയുന്ന ബിജോൺ ജോൺസൺ എന്ന ഡോക്ടർ നല്ലൊരു ഡോക്ടറാണെന്നും അദ്ദേഹം ആ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറാണെന്നുള്ള അഭിപ്രായം പൊതുവെയുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ എന്ത് വേണമെന്നാണ് നിങ്ങളടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത്? ഇതല്ലേ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മുടെ സമൂഹ മധ്യത്തിൽ നിൽക്കുന്ന രണ്ട് സഹോദരിമാർ, ഇപ്പോൾ അർച്ചനയായാലും ICU കേസിലെ അതിജീവിതയായാലും അവരനുഭവിക്കുന്ന ഒരു പ്രയാസങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട നീതി ലഭിക്കാൻ അവരെ പരിശോധിച്ച ഡോക്ടർ അടക്കമുള്ള ആളുകൾ എന്ത് നിലപാടാണ് എടുത്തത് എന്നുള്ളത്, അവരതിന് വേണ്ടി എന്തുമാത്രം സമരം ചെയ്തു എന്നുള്ളത്, അതുമാത്രമല്ല അവർ പൊരിവെയിലിൽ കമ്മീഷൻ ഓഫീസിന് മുമ്പിൽ അവർ കൊടുത്ത പരാതിയുടെ ഒരു റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി എന്തുമാത്രം ദിവസം അവിടെ ഇരുന്നു എന്നുള്ളത് ഒക്കെ നമ്മൾ ചോദിക്കേണ്ടത് നമ്മുടെ അധികാരികളോടാണ്. പിന്നെ ഇപ്പോൾ ഈ ചർച്ചയിൽ രണ്ട് ബഹുമാനപ്പെട്ട ഡോക്ടർമാർ ഇരിക്കുന്നുണ്ട്. അവർ ഏതായാലും ഈ വിഷയത്തിൽ ഈ കുഞ്ഞിന് വിരൽ മാറി ശസ്ത്രക്രിയ ചെയ്ത വിഷയത്തിൽ അവർ വലിയ ന്യായീകരണമൊന്നും ചെയ്യുന്നില്ല. അവർ നല്ല രീതിയിൽ നമ്മളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചാൽ ചെറിയൊരു ആശ്വാസം നൽകുന്നുണ്ട്, ചെറിയൊരാശ്വാസം. കാരണം കഴിഞ്ഞ ചർച്ചയിലൊക്കെ, മുമ്പത്തെ പല മാധ്യമങ്ങളിലും ചർച്ചയിൽ ഞാൻ കേൾക്കെ തന്നെ എന്നോട് തന്നെ ചില ഡോക്ടർമാർ, സംഘടനയുടെ ആളുകൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, വാഹനം വർക്ക്ഷോപ്പിൽ എത്തിച്ചാൽ നമുക്ക് ചെറിയ ഫാൾട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ നന്നാക്കുന്ന ആൾ അത് ക്ലിയറാക്കി കൊടുത്തു വിടില്ലേ, അതുപോലെ ആയിക്കൂടെ ഇത് എന്നൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ എന്തുമാത്രമാണ് ഇവർ ഇതിൽ ിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതെന്താ ഓഫർ കൊടുക്കുകയാണോ ഈ പിന്നെ മെഡിക്കൽ കോളേജ് ഓപ്പറേഷൻ തിയേറ്ററിൽ ആണോ? അത് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ പറയാനുള്ളൊരു കാരണം, ആയിരക്കണക്കിന് കുട്ടികൾ, ആയിരക്കണക്കിന് മുതിർന്ന ആളുകൾ അവിടെ ശസ്ത്രക്രിയക്ക് ഒരു ഡേറ്റ് കിട്ടാൻ വേണ്ടി എത്രയോ മാസങ്ങളായി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് കൈയിൻ്റെ വിരലിന് ഒരു ശസ്ത്രക്രിയ ചെയ്യേണ്ട കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഇവർ നാവിന് ശസ്ത്രക്രിയ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ സംഘടനേൻ്റെ ആളുകൾ ഇത്തരത്തിലുള്ള സംസാരിക്കുന്നത് പാവപ്പെട്ട ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, പല ആളുകളും ഉണ്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നോൺ പ്രാക്ടീസ് അലവൻസ് ലക്ഷങ്ങൾ എഴുതി വാങ്ങിയിട്ട് ഇവരെന്താ ചെയ്യുന്നത്? രാവിലെ 8 മണി മുതൽ പിന്നെ 4 മണി വരെ ഡ്യൂട്ടി എടുക്കേണ്ട ഡോക്ടർമാർ, സീനിയർ ഡോക്ടർമാർ എവിടെ ഉണ്ടാവാറ്? OP-യിലൊക്കെ അല്ലെങ്കിൽ അത്യാഹിത വിഭാഗത്തിലൊക്കെ രോഗികൾ ചെല്ലുമ്പോൾ അത് കോർഡിനേറ്റ് ചെയ്യേണ്ട ഡോക്ടർമാർ എവിടെ ഉണ്ടാവാറ്? ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറും പിന്നെ അരുൺ സാറും ഒന്ന് ശ്രദ്ധിക്കണം. അരുൺ സാറ് പിന്നെ സംഘടനാ തലത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ ചോദിക്കട്ടെ, അത്യാഹിത വിഭാഗത്തിൽ നിന്ന് ഒരു എക്സ്റേ എടുക്കണമെങ്കിൽ എവിടെയാണ് ഇപ്പം രോഗികളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുപോകേണ്ടത്? എവിടെ? 1 കിലോമീറ്റർ എങ്ങാനും പോകണം. പണ്ടത്തെ പിന്നെ അത്യാഹിത വിഭാഗത്തിൽ പോകണം. എന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ഫാൾട്ട് കാണിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ അവിടെ ഇത് എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ ചെറിയൊരു ഫാൾട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ രോഗിനെ സ്ട്രെച്ചറിൽ കിടത്തിയിട്ട് വീണ്ടും പുതിയ പിന്നെ കാഷ്വാലിറ്റിയിലേക്ക് വരണം. അതേപോലെ തന്നെ പുതിയ കാഷ്വാലിറ്റിയിൽ ബ്ലഡ് ബാങ്ക് ഉണ്ടോ? അതേപോലെ തന്നെ എനിക്ക് പറയാനുണ്ട്, ചില ഡോക്ടർമാർ സ്വകാര്യ ഹോസ്പിറ്റലിൽ പോയി പിന്നെ ശസ്ത്രക്രിയ വരെ നടത്തിക്കൊടുക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ ആരോപിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ബഹുമാനപ്പെട്ട സംഘടനാ നേതാക്കൾ തയ്യാറാണ്. എനിക്ക് ഇത്രേ വിനീതമായിട്ട് പറയാനുള്ളൂ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്, നമ്മുടെ എല്ലാം അഭിമാനമാണ്. മലബാറിൽ ആശയറ്റ പാവങ്ങൾക്ക് ആശ്രയമാകുന്ന കോളേജാണ്. പക്ഷേ ഒരു പരാതി വന്നാൽ അത് അന്വേഷിക്കാനും സത്യസന്ധമായി ഇടപെടാനും, ആരാണോ തെറ്റ് ചെയ്യുന്നത് അവർക്കെതിരെ കൃത്യമായ നിയമ നടപടി എടുക്കാനും, ഇത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നാളെ വിദഗ്ധ സമിതി വരുന്നു, അല്ല DME നിയോഗിച്ച കമ്മിറ്റി വരുന്നു എന്ന് പറഞ്ഞല്ലോ, ആ കമ്മിറ്റിക്കൊക്കെ കൃത്യമായി മൊഴി കൊടുക്കാൻ അതിലും ഡോക്ടർമാരുള്ളത്. അവരൊക്കെ സത്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് പാവപ്പെട്ട ഞങ്ങൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഒരു സംവിധാനം ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, രോഗികൾക്ക് നിയമപരിരക്ഷ വേണം. നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് രോഗികൾ ഡോക്ടറെ ആക്രമിക്കുന്നത്. ഞങ്ങളൊന്നും ഒരിക്കലും അനുകൂലിക്കില്ല. പാവപ്പെട്ട രോഗികളുടെ കൂടെയുള്ള ആളുകൾ അതിക്രമം കാണിക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കില്ല. നമുക്കറിയാം, നമുക്ക് വളരെ വിഷമകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് നമ്മുടെ അധികാരികൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടുണ്ടാകുന്നു? രോഗികൾക്കും പരിരക്ഷ വേണം, നമ്മുടെ ഡോക്ടർമാർക്കും പരിരക്ഷ വേണം. ഈ രോഗികളും ഡോക്ടർമാരും തമ്മിലുള്ള
പണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ ഒരു ബന്ധം, ആ ബന്ധം നിലനിൽക്കണം, തുടർന്നു പോകണം. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ സംഘടനാ പ്രതിനിധികൾ ചെയ്യണം, ഉപദേശിച്ചു പ്രധാനപ്പെട്ട കൊടുക്കണം. കാര്യമാണ് നൗഷാദ് ഡോക്ടർമാർക്ക് തെക്കേൽ പറഞ്ഞു ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.